ശതമാനം കള്ളമുണ്ടെങ്കിൽ ജനകീയ വിചാരണ നേടാൻ ഞാൻ തയ്യാറാണ്. പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് പരസ്യമായി ജനങ്ങളെ സംഘടിപ്പിച്ച് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാണ്. പക്ഷേ ജനക്കൂട്ടത്തിന്റെ ആരവത്തോടൊപ്പം നിന്ന് ഇവിടെ മാനവും മര്യാദയുമായി ജീവിക്കുന്ന ആളുകളെ അപമാനിക്കാനാണ് കേരളത്തിലെ പത്രക്കാര് ഇല്ല. അങ്ങനെ മീഡിയയുടെ റോൾ കാര്യത്തിൽ നെഗറ്റീവായി കേരളത്തിലെ ഒരു ചാനൽ എന്നെ അപമാനിച്ച ഒരു ചാനൽ, ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള് 2 പ്രാവശ്യം പെണ്ണ് കേസിൽ പ്രതിയാ, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നെ അപമാനിച്ച ഒരു ചാനലിന്റെ പ്രമാണി 2 പ്രാവശ്യം പെണ്ണ് കേസിൽ കുടുങ്ങിയതാ, അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ. അതാരാന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഞാൻ ഈ പറയുന്ന എല്ലാം സത്യമാണ്, തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അനുഭവിക്കും ചെയ്ത ആള്, അതിന് യാതൊരു തർക്കവുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ ഞാൻ ചാനലുകാരോട് പറയുന്നു, നിങ്ങൾ അന്വേഷിക്കണം. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, ഞാൻ ശബരിമലയിലായിരുന്നു ശനിയാഴ്ച, ഞായറാഴ്ച രാവിലെ ഞാൻ വന്നു. ഞാൻ രാവിലെ 5 മണിക്ക് ഭരണിക്കാവ് ക്ഷേത്രം, അത് കഴിഞ്ഞ് മുഖത്തല ക്ഷേത്രം, അത് കഴിഞ്ഞ് ചിറ്റുമല ക്ഷേത്രം, അത് കഴിഞ്ഞ് കൊട്ടാര ക്ഷേത്രം, അവിടെ പോയി വഴിപാട് ബുക്ക് എടുക്കണം. ഇവനിവിടെ വന്നു. ഈ പറഞ്ഞൊക്കെ സത്യമാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. അവിടുന്ന് കൊട്ടാരക്കര ചെല്ലണം, അവിടുന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ വരണം, അതിന്റെ അച്ഛനെ കാണണം, അമ്മയെ കാണണം, സഹോദരനെ കാണണം. അവരോട് ചോദിക്കണം, ഈ കുട്ടി നിങ്ങൾ അറിഞ്ഞിട്ടാണോ അയാളുടെ വണ്ടി പോയത്? പിന്നെ ആ നാട്ടുകാരോട് ചോദിക്കണം, ഈ കുട്ടിക്ക് സ്വഭാവ ദൂഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, മാനവും മര്യാദയുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഈ കുടുംബത്തിന്റെ ഒരവസ്ഥ ഇപ്പൊ എന്താ? ആ വീട് ഒരു മരണ വീടാണ്. ആ വീട് ഒരു മരണ വീടാണ്. കാര്യം ഇവിടെ അന്തിക്കിറങ്ങുന്ന ഒരു പത്രത്തിലൊരു വാർത്ത വന്നാൽ 1% ആളുകൾ വിശ്വസിക്കുന്ന നാടായത് അല്ലെന്ന് പറയാം. അപ്പൊ ആ പെൺകുട്ടി പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്. ആ പെൺകുട്ടി എന്തൊക്കെ ചെയ്തു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനം പിടിക്കാൻ വന്നവന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. അവിടെ ഞാൻ പറയുന്നു, ഇവിടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ തടഞ്ഞു വെച്ച് അവളെ പീഡിപ്പിച്ച് അവളെ തെറിവിളിച്ച് അവളുടെ മനോവീര്യം കെടുത്തി അവളെ ലൈംഗികമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവിടുത്തെ വനിതാ സംഘടനകളൊന്നും വേണ്ടിയില്ലല്ലോ. ശൈലജ ടീച്ചർ എവിടെ പോയി? താങ്കളുടെ പാർട്ടിയിലെ തന്നെ ചില വനിതാ നേതാക്കന്മാരുടെ പരാമർശം പോലും താങ്കൾക്കെതിരായിരുന്നു. എന്റെ പാർട്ടിക്കകത്ത് അങ്ങനെ ആരും പ്രതികരിച്ചിട്ടില്ല. എന്റെ പാർട്ടിക്കകത്ത് ആകെ പ്രതികരിച്ച ഷാനിമോൾ ഉസ്മാനാണ്. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ കറക്റ്റാണ്. അവര് പറഞ്ഞത് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. അതേസമയം ശൈലജ ടീച്ചറുടെ ഞാൻ ചോദിക്കുന്നത്, ഇവരെവിടായിരുന്നു? മേപ്പയൂർ MLA മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ മേപ്പയൂർ MLA മുഖ്യമന്ത്രിയുടെ തോളെ കൂടെ കൈയിട്ട് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആ MLA പീഡിപ്പിച്ചിട്ട് ഇവിടുത്തെ മഹിളാ സംഘടനകളെ പോയി ശൈലജ ടീച്ചർ. ഞങ്ങളെല്ലാം TV കണ്ടു, സകല TVയും കാണിച്ചില്ലയോ MLA പീഡിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറി? എവിടെ പോയി? വലിയ വിഷയമായില്ല. വലിയ വിഷയമായില്ല. കാര്യം മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ തോളിട്ട് പുറത്തൂടെ കൈയിട്ടിട്ടാണ് ആ സ്ത്രീയെ പീഡിപ്പിച്ച്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എവിടെ പോയി ശൈലജ ടീച്ചർ? എവിടെ പോയി DYFI? എവിടെ പോയി SFI? മാത്രമല്ല, ഇവിടെ ഒരു മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൽ സ്വകാര്യം എന്ന് പറയുന്ന ഒരു കാളമുണ്ട്. ആ കോളത്തിനകത്ത് ഗോപാലകൃഷ്ണൻ എഴുതി. എന്താ എഴുതിയത്? കേരളത്തിലെ ഒരു SFI നേതാവ്, ഒരു വനിതാ SFI നേതാവിനെ കൊണ്ട് ഇങ്ങനെ ഊരു ചുറ്റുകയാണ്. പാർക്കുകളിൽ, ബീച്ചുകളിൽ, വിജനമായ സ്ഥലങ്ങളിൽ ചർച്ച നടത്തി 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 കുഴഞ്ഞ് അവസാനം ശീതീകരിച്ച മുറിയിലിട്ട് പാറ്റി ഹോട്ടൽ മുറികളിൽ. എന്താ ഈ SFI നേതാവിനും ഈ SFI വനിതാ നേതാവിനും ഇത്ര ചർച്ച ചെയ്യാൻ? ആഗോളതാപനം, അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ഇതാണോ ചർച്ച മുറിക്കകത്ത്? എന്നിട്ട് ഗോപാലകൃഷ്ണനെ പിറ്റേന്ന് ആ നേതാവ് പത്രസമ്മേളനം നടത്തി വിളിച്ചു. പിതൃശൂന്യ പത്രപ്രവർത്തനം പറഞ്ഞു. എന്നെ ഇത്രയും കേരളത്തിലെ ചാനലുകൾ അപമാനിച്ചിട്ട് മാനഭംഗപ്പെടുത്തിയിട്ട് ഞാൻ പിതൃശൂന്യം എന്ന് പറഞ്ഞല്ലോ. പിണറായി വിജയൻ ആ പത്രക്കാരനെ എടോ ഗോപാലകൃഷ്ണ, ഞാൻ എടോ നികേഷേ, എടോ പിന്നെ ബ്രിട്ടാസെ, ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്രിട്ടാസ് എന്റെ കൂടെപ്പിറപ്പാ, നികേഷ് എന്റെ കൂടെപ്പിറപ്പാ. അവർക്ക് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യട്ടെ. പിണറായി വിജയൻ ചെയ്ത പോലെ എടോ ഗോപാലകൃഷ്ണ, എടോ നികേഷ്, എടോ ബ്രിട്ട ഞാൻ പറഞ്ഞില്ലോ. അതുപോലെ SFI നേതാവ് ചെയ്ത പോലെ എന്നെ ആക്ഷേപിച്ച പിതൃശൂന്യ പത്രപ്രവർത്തനം ഞാൻ പറഞ്ഞില്ല. ആരാ പിതൃശൂന്യ പത്രപ്രവർത്തനം നടത്തി? എന്തിനാ പറഞ്ഞ്? അപ്പം എയർ കണ്ടീഷൻ മുറിയിൽ വനിതാ നേതാവിനെ കൊണ്ടുപോയി അവർക്ക് ചർച്ചയാകാം, അനാശാസ്യമല്ല. മന്ത്രിമാർക്ക് ഇങ്ങനെ ചെയ്യാം, തീവണ്ടികൾ ഇതാകാം, ഇതൊന്നും അനാശാസ്യമല്ല.
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ ഇപ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ സസ്പെൻഷൻ അവർ അറിയിച്ചു കാണും ഔദ്യോഗികമായിട്ട്. വ്യക്തിപരമായിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നോ, താങ്കളോട് സംസാരിച്ചിരുന്നോ? ഈ സംഭവ സ്ഥലത്ത് വെച്ച് എന്റെ ഫോൺ നഷ്ടപ്പെട്ടു, എന്റെ പോക്കറ്റിലെ പൈസ നഷ്ടപ്പെട്ടു. ഈ ഫോൺ എടുത്ത ആളുകൾ ഇത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് എടുത്തെറിഞ്ഞു. ഈ വീട്ടിന്റെ ഉടമസ്ഥന് ഈ ഫോൺ കിട്ടി. ഈ ഫോൺ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞിയെ ഈ ഉടമസ്ഥൻ കൊണ്ടുപോയി ഏൽപ്പിച്ചു. എന്റെ ഭാര്യ എന്നെ കാണാഞ്ഞിട്ട് ഈ ഫോണിൽ വിളിക്കുമ്പോൾ ഈ ഫോൺ ബെല്ലടിക്കും. മുഹമ്മദ് കുഞ്ഞി എടുത്തു. അദ്ദേഹം എന്റെ ഭാര്യയോട് പറഞ്ഞു, ഫോൺ സേഫായി എന്റെ കയ്യിലുണ്ട്, ഇനി ഞാനിത് ഓഫ് ചെയ്യും. കൃത്യം അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഫോൺ എനിക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ ഒരാഴ്ച എനിക്ക് ഫോണില്ല. എങ്കിലും പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഞാനൊരു ഫോൺ സംഘടിപ്പിച്ച് ഈ വിവരം ഞാൻ ഉമ്മൻചാണ്ടി അറിയിച്ചു. പിന്നെ നിരന്തരമായി ശ്രീ ഉമ്മൻചാണ്ടി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കോൺഗ്രസിന്റെ സീനിയർ നേതാവായ ശ്രീ ആര്യാടൻ മുഹമ്മദാണ് എനിക്ക് എല്ലാവിധ സഹായവും ചെയ്തു തന്നത്. അതുപോലെ ശ്രീ AP അനിൽകുമാർ MLA, അവരെല്ലാം എല്ലാവരും, രാജ്മോഹൻ ഉണ്ണിത്താനെ അവർക്കെല്ലാം നേരിട്ടറിയാം. അവർക്കറിയാം ഇതെന്നെ ട്രാപ്പിലാക്കിയതാണ്. മദനി പറഞ്ഞ ശരിയാണ്, അയാളെ കുടുക്കിയതാണ്. കുടുക്കിയത് ആരാതുള്ള തർക്കമല്ല ഇവിടെ അവശേഷിക്കുന്നു. കുടുക്കിയാന്ന് മദനി ആവർത്തിച്ച് പറഞ്ഞു മനസ്സിലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് പിന്നെ KPCC നേതാക്കന്മാര്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ വിളിച്ചു, ശ്രീ KC വേണുഗോപാൽ MLA എന്നെ വിളിച്ചു, കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരും എന്നെ വിളിച്ചു, എന്നോട് ആശയവിനിമയം നടത്തി. എനിക്ക് വേണ്ടുന്ന സകല സംവിധാനങ്ങളും സഹായങ്ങളും അവരാ ചെയ്തു തന്നെ. തീർച്ചയായിട്ടും അതോടൊപ്പം അവര് പാർട്ടിയുടെ മാനം കാക്കാൻ എന്നെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കാശ് കട്ടിട്ട് പ്രോസിക്യൂഷന് വിധേയമാകത്തില്ലെന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു ആരോപണം, ഒരു വ്യക്തിക്കെതിരെ ആ നിമിഷം വ്യക്തിയെ സസ്പെൻഡ് ചെയ്തു, അന്വേഷണം വെച്ചു. അല്ലാതെ പിണറായി വിജയനെ പോലെ മോട്ടിച്ച മുതൽ മണി വെച്ചുകൊണ്ട് നടക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സിനേറിയോ വന്നാൽ, അതും ഇപ്പൊ താങ്കൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയില്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സിനേറിയോ വന്നാൽ, അങ്ങനെ ഒരു സിനേറിയോയെ കുറിച്ച്, അങ്ങനെ ഒരു ഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന ഒരു സീനറി ഉണ്ടായാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനാകാൻ, ഒരു അനുഭാവിയാവാൻ ആരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്റെ വിരല് പൊങ്ങുന്നവരെ ഒരു വോട്ട് ചെയ്യാൻ ഒരു നേതാവിന്റെയും ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ കോൺഗ്രസ് പാർട്ടി വർജിച്ചാൽ ജീവൻ വെടിയുന്നതുവരെ ഒരു കോൺഗ്രസ് അനുഭാവിയായി ഞാൻ കഴിഞ്ഞുകൂടും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അത് തന്നെയാണ് പ്രശ്നം. അതായത് ഇലക്ഷൻ അടുത്തു വരുന്നു, അടുത്ത ഇലക്ഷൻ അടുത്തു വരുന്നു. തീർച്ചയായിട്ടും UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത്. ആ സമയത്താണ് താങ്കളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു മോശമായ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഇത് വന്നത്. ഇത് താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് മറ്റുള്ളവർ, ഒരുപക്ഷെ താങ്കളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിലെ അമ്മമാരും കേരളത്തിലെ സഹോദരിമാരും കേരളത്തിലെ സ്ത്രീകളും ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം ശരിക്ക് അളന്ന് തിട്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. സ്ത്രീകളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്ന അമ്മമാരിലും സഹോദരിമാരിലും ഈ എന്നെക്കുറിച്ചൊരു അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ബോധപൂർവ്വം ഈ സംഭവം പർവ്വതീകരിച്ച് ഈ മലയാളം ചാനലും കൈരളി ചാനലും ദേശാഭിമാനിയും മറ്റു ചില ആളുകളും കൂടെ ഇതുണ്ടാക്കിയത്. പക്ഷേ ശ്രീരാമൻ അഗ്നിശുദ്ധി വരുത്തി സീതയെ സ്വീകരിച്ച പോലെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അഗ്നിശുദ്ധി വരുത്തി തെളിയിച്ചിട്ടേ ഞാൻ ഈ പാർട്ടിയിൽ ഒരു സ്ഥാനമാനം സ്വീകരിക്കൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സിനിടയ്ക്ക് 41 വർഷത്തെ പാരമ്പര്യത്തിനിടയ്ക്ക് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരം എനിക്കുണ്ട്. ആ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു സംശയത്തിന്റെ കണിക പോലും ഇട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ സംശയത്തിന്റെ കണിക പോലും തുടച്ചു നീക്കിയിട്ടല്ലാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായി ജനങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാനൊരു ആത്മമിത്രമാണ്. ചതിയും വഞ്ചനയും കാപട്യവും എനിക്കില്ല. ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. തീർച്ചയായിട്ടും താങ്കളുടെ ഈ ആത്മാർത്ഥ ജനം തിരിച്ചറിയട്ടെ എന്നും അഗ്നിവിശുദ്ധി വരുത്തി താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ സജീവമായി രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാജേഷ് പിള്ള ഈ ഇന്റർവ്യൂവിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരാൻ കാരണം, ഇനി കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും എന്റെ അനുഭവം ഉണ്ടാകാൻ പാടില്ല. കാരണം കേരളത്തിലെ മാധ്യമ വിചാരണയിലൂടെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ പാർട്ടിക്കും അതിന്റെ പ്രവർത്തകരും ഉണ്ടായിരിക്കുന്ന മാനഹാനിയും അപമാനവും അതിനെന്ത് പകരം തരാൻ പറ്റും രാജേഷ്? അതുകൊണ്ട് ഇനി കേരളത്തിൽ ഇതുപോലൊരു അനുഭവം ഒരു പ്രവർത്തകർക്കും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അങ്ങയുടെ ക്ഷണം സ്വീകരിച്ചത്. ഓക്കെ, ഇതിനെ മാധ്യമ വിചാരണയായിട്ട് കാണണ്ട. തീർച്ചയായും. നമസ്കാരം.